നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊടുത്തിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ദേവീഭക്തരെ, എല്ലാവർക്കും എല്ലാ 3 ക്ഷേത്രങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്. മഹാശിവക്ഷേത്രം, തലയിൽ ക്ഷേത്രം, ദേവീക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ പരിശോധിച്ചാൽ അറിയാം ഈ കാലയളവിലാണ് വികസന പ്രവർത്തനങ്ങൾ. മനോജ് കുമാർ പഞ്ചായത്ത് പ്രസിഡന്റ്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ എസ് വികാസ്, ഇവിടെ സ്വാഗതം പറഞ്ഞ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീ ഐ അനിൽകുമാർ, ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഡോക്ടർ അരുൺ എസ് നായർ IAS, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട മെമ്പർ ശ്രീ അനിൽകുമാർ, ഈ മേഖല ഉദ്ഘാടനത്തിന് തിരി ദേവസ്വം ബോർഡിൻ്റെ മെമ്പർ ബഹുമാനായ ശ്രീ അജികുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ അലക്കി സാംകേതാനി, വേദിയിലും സദസ്സിലുമുള്ള ക്ഷേത്ര ഉപദേശക സമിതിയുടെ വിവിധ ഭാരവാഹികൾ, പൊങ്കാല ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീമതി അമൃതവിയ, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ ഒരു പൊങ്കാല അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട അമ്മമാർ, പ്രിയപ്പെട്ട അനിൽകുമാർ, ബഹുമാനായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, പ്രിയങ്കനായ ഡോക്ടർ അരുൺ നായർ, പ്രിയങ്കയായിട്ടുള്ള 1252 ക്ഷേത്രങ്ങളിലെ വ്യാപ്തമായ ഉപദേശ സമിതിയാണ് കടയ്ക്കൽ എന്ന് പറയുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കൂട്ടുകാർ തന്നെ നിങ്ങൾ നിർമ്മിച്ചു നൽകിയത്. എല്ലാവരുടെയും സഹായം പറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് സഹായം ഇന്ന് നിങ്ങളൊപ്പം ഉണ്ടാകും. നമ്മൾ മറ്റ് 2 ക്ഷേത്രം ഉൾപ്പെടെ 3 ക്ഷേത്രങ്ങൾ ഇന്നത്തെ നമ്മുടെ മഹോത്സവം ഉദ്ഘാടനം ചെയ്ത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇവിടെ സമർപ്പിച്ച് സംസാരിക്കും ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് വികാസ്, സ്വാഗതം ആശംസിച്ച ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറി ശ്രീമാൻ ഐ സാംകേതാനി സാർ അടക്കം ഇവിടെ പൊങ്കാല ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി എല്ലാവർക്കും നമസ്കാരം. ഞാൻ വേദിയിൽ കയറിയപ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കയറിയപ്പോൾ ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും പെണ്ണുങ്ങൾ. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് കേൾക്കാൻ കൊള്ള കടക്കലമ്മയുടെ ഈ ഒരു സന്നിധിയിൽ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം എനിക്കറിയാം ഈ വെയിലൊക്കെ കൊണ്ട് പൊങ്കാലയിടുന്ന എല്ലാവരുടെയും ഉള്ളിൽ എന്താണെന്നും എന്തോരം പ്രയാസങ്ങളാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഒരിക്കൽ കൂടി സന്തോഷം അമ്മയുടെ നടയിൽ വരാൻ പറ്റിയതിൽ. അടുത്ത വർഷം എനിക്കും അമ്മയുടെ അടുത്തൊരു പൊങ്കാല ഇടാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം പൊങ്കാലയുടെ ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ഇവിടെ വിളിച്ച കമ്മിറ്റി അംഗങ്ങൾക്ക് ഒരു സ്പെഷ്യൽ നന്ദിയുണ്ട്. താങ്ക് യു. പൊങ്കാല ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. ഉദ്ഘാടന സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കത്തുകയാണ്. എന്നിലേപ്പിക്കുന്ന കർത്തവ്യം